എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ട്. പരിശോധനാ ഫലം പോസിറ്റീവായതിനെ തുടർന്ന് ക്യാപ്റ്റനെതിരെ നടപടിയുണ്ടാകും. ഓഗസ്റ്റ് 4-നാണ് ഫുക്കറ്റ് ഡൽഹി വിമാനം പറക്കലിനിടെ 300 അടി താഴ്ന്നത്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, ഏത് വിമാന കമ്പനിയുടെ വിമാനമായിരുന്നു? അജിംസ്, എയർ ഇന്ത്യയുടെ വിമാനമാണ് കഴിഞ്ഞ 4-ാം തീയതി ആകാശച്ചുഴിയിൽപ്പെടുകയും പറക്കുന്നതിനിടെ 300 അടി താഴ്ചയിലേക്ക് പൊടുന്നനെ താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 20-ലധികം യാത്രക്കാർക്ക് സാരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും DGCA നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ ക്യാപ്റ്റന് ഉത്തേജക മരുന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധനയിൽ പുറത്തു വന്നിട്ടുള്ള ഫലം എന്ന് പറയുന്നത്. ഈ ക്യാപ്റ്റനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ DGCA വ്യക്തമാക്കിയത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന വിമാനം പറക്കലിനിടെ 300 അടി താഴ്ചയിലേക്ക് വരികയും യാത്രക്കാർക്കടക്കം വലിയ തോതിലുള്ള പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്രൂ അംഗങ്ങളെ കൂടുതൽ പരിശോധിച്ച് വരികയാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്യാപ്റ്റനും മറ്റു അംഗങ്ങളും ഇത്തരത്തിൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി DGCA ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ പൈലറ്റുമാരുടെ ഈ പരിശോധനാ ഫലം പുറത്തു വന്നത് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എയർ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും പൈലറ്റുമാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരിക്കുന്നത്.